ബസൂക്ക. കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം ഡെനോ ഡെന്നീസ്. ഈ സിനിമ ഒരു ആക്ഷൻ ക്രൈം ത്രില്ലർ ജോണറിൽ വരുന്നൊരു സിനിമയാണ്. ഈ സിനിമ പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ടെക്കീസ് നടത്തുന്ന സീരീസ് ഓഫ് ക്രൈമും ആ ക്രൈം അന്വേഷിക്കാൻ വരുന്ന കൊച്ചിയിലെ പവർഫുൾ പോലീസ് ഗാങ്ങും തമ്മിലുള്ള ഒരു കാറ്റ് ആൻഡ് മൗസ് ഗെയിമാണ് ഈ സിനിമ. ഇതിൻ്റെ തിരക്കഥയിലേക്ക് വരുമ്പോൾ വളരെ ഫ്ലാറ്റായിട്ട് കഥ പറഞ്ഞു പോകുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ ഈ സിനിമ എനിക്ക് വളരെ ബിലോ എവറേജ് എക്സ്പീരിയൻസ് ആണ് തോന്നുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് ഇതിൻ്റെ ലാസ്റ്റത്തെ 20 മിനിറ്റ്സ് ആണ്. ക്ലൈമാക്സിനോട് അടുപ്പിച്ചുള്ള 20 മിനിറ്റ്സ്. പക്ഷേ ആ 20 മിനിറ്റ്സിലേക്ക് എത്താൻ നിങ്ങൾ ഓൾമോസ്റ്റ് 2 മണിക്കൂർ ക്ഷമയോടെ തിയേറ്ററിൽ കാത്തിരിക്കണം. ഒരുപാട് അനാവശ്യമായിട്ടുള്ള സീക്വൻസുകളും ഒരുപാട് അനാവശ്യമായിട്ടുള്ള സ്ലോ മോഷൻ കട്ടുകളും ഒഴിവാക്കിയാൽ വെറും 45 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന ഒരു കഥ ചുമ്മാ വലിച്ചു നീട്ടി എടുത്തു വെച്ചൊരു അപരാധം. എസ്പെഷ്യലി ഇതിലെ ഫൈറ്റിംഗ് സീക്വൻസുകളൊന്നും കണ്ടിരിക്കാൻ വളരെ അരോചകമാണ്. മമ്മൂട്ടിയുടെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞ ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട് ഫസ്റ്റ് ഹാഫിൽ. ഒരു വൃത്തം വരച്ചിട്ട് മമ്മൂട്ടി അതിൻ്റെ നടുവിൽ ഇരുന്നിട്ട് റേഷൻ കടയിൽ അരി മേടിക്കാൻ നിൽക്കുന്ന പോലെയാണ് വില്ലന്മാർ. ഓരോരോ വില്ലന്മാർ വരും, വട്ടത്തിൻ്റെ ഉള്ളിൽ കയറും, മമ്മൂട്ടി അവരെ അടിച്ച് പുറത്താക്കും. പുള്ളി റോഡിൽ ഇങ്ങനെ ഇറങ്ങി നിൽക്കുകയാണ്. നിങ്ങൾ എൻ്റെ അടുത്ത് വന്നാലേ ഞാൻ നിങ്ങളെ അടിക്കൂ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ അടിക്കില്ല എന്നുള്ള ഭാവത്തിലാണ് പുള്ളിക്ക് ലിറ്ററലി വയ്യ ആക്ഷൻ ചെയ്യും. ഒരു രീതിയിലും പ്രേക്ഷകനുമായിട്ട് കണക്ട് ആവാത്ത ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് ഇതിൽ. ഒരു രീതിയിലും അവർ നമുക്ക് കണക്ട് ആവില്ല. അവർ വന്ന് എന്തൊക്കെയോ ചെയ്തു പോകുന്നു. ഇതിലെ ഒരു സീക്വൻസ് പോലും കോമഡി സീക്വൻസ് ഒന്നും വർക്കായിട്ടില്ല. എസ്പെഷ്യലി ഇൻ്റർവെലിനോടൊക്കെ അടുപ്പിച്ചിട്ട് കോമഡിക്കായിട്ട് ഒരു ഗ്യാങ്ങിനെ കൊണ്ടുവെക്കുന്നുണ്ട്. എന്തിനാണ് അതിൻ്റെ ആവശ്യം എന്ന് പോലും മനസ്സിലായിട്ടില്ല. അങ്ങനെ ഒരുപാട് ആവശ്യമില്ലാത്ത ഒരുപാട് സീക്വൻസുകളുണ്ട് ഇതിൽ. നിങ്ങൾ ടീസറിലൊക്കെ കണ്ടിട്ടാവും മമ്മൂട്ടി ഒരു ബൈക്ക് എടുത്തിട്ട് ഇങ്ങനെ സ്ലോ മോഷനിൽ പോകുന്നു. എന്നിട്ട് നേരെ പോയിട്ട് പുള്ളി ഒരു കഫ്റ്റീരിയയിൽ ഇരിക്കുകയാണ്, ചായ കുടിക്കുക. എന്ത് കേസിൻ്റെ ഒരു ലീഡ് കിട്ടുന്നു. അപ്പോൾ അതുപോലെ തന്നെ ലാസ്റ്റ് മുമ്പ് ടാക്സിയുടെ കിട്ടി വരുന്നുണ്ട് ഒരു വിൻറ്റേജ് കാറിൽ. എന്തിന്? പുള്ളിയുടെ സ്റ്റൈലിഷ് കാണിക്കാനാണെങ്കിലും അങ്ങനെ ഒരു ഷോട്ട് വെക്കുന്നതിൻ്റെ കാര്യം എന്താ? ഷോട്ട് ആ മോൻ്റെ ഡ്രസ്സപ്പൊക്കെ ചെയ്ത് ഇറങ്ങി പോകുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തോ വലിയൊരു സംഭവം നടക്കാനുണ്ട്. ഒന്നുമില്ല. അങ്ങനെ നമ്മളെ ചുമ്മാ ഇങ്ങനെ എൻഗേജ് ഇപ്പം എന്തെങ്കിലും ഒരു എൻഗേജ് ആവും എന്നുള്ള മൂമെൻറ്റിൽ എത്തുമ്പോൾ ഒന്നുമില്ലാതെ അങ്ങ് തീർത്ത് കളയാതെ. അങ്ങനെ ഒരുപാട് സീൻസ് ഉണ്ട്. അങ്ങനെ അനാവശ്യമായിട്ടുള്ള ഇത്തരത്തിലുള്ള സീനുകളൊക്കെ ഒഴിവാക്കിയാൽ വെറും 45 മിനിറ്റ്സിൽ ഈ സിനിമ തീരും. പിന്നെ ടുവേർഡ്സ് ക്ലൈമാക്സിനോട് അടുപ്പിച്ച് ഞാൻ പറഞ്ഞ 20 മിനിറ്റ്സ് മമ്മൂട്ടിയുടെ ഒരു ആക്ടിങ് ഉണ്ട്. മെത്തേഡ് ആക്ടിങ് ആണെന്നാണ് തോന്നുന്നത്. അയ്യോ, കയ്യിലൊരു താക്കോലെടുത്ത് കൊടുക്കാൻ തോന്നും. അത്ര ഓവർ ദ ടോപ്പ് പെർഫോമൻസ്, വൃത്തികേട്, അരോചകം. റോഷാക്കും ബ്രഹ്മയുഗവും ഒക്കെ പോലത്തെ സിനിമ ചെയ്ത പുള്ളിക്കാരനാണ് ഇങ്ങനെ ചെയ്തത്. മേ ബി ഡയറക്ടർക്ക് പുള്ളിയോട് പറയാൻ പേടിയായിട്ടായിരിക്കും. അതാണ് എനിക്ക് തോന്നിയത് ഈ സിനിമ കണ്ടപ്പോൾ. മൊത്തത്തിൽ ഈ പടം വളരെ ബിലോ ആവറേജ് ആണ്. 2.5 മണിക്കൂർ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ, ഒന്നും തന്നെ ചെയ്യാനില്ലെങ്കിൽ ആ 2.5 മണിക്കൂർ നിങ്ങൾക്ക് ഈ തിയേറ്ററിൽ കൊണ്ട് കളയാം. അത്രയേ ഉള്ളൂ ഈ സിനിമ.